നമസ്കാരം. ആദ്യം ഒരു ആടിനെ വാങ്ങും. പിന്നെ ആ ആടിനെ പട്ടി എന്ന് പറയും. പിന്നെ ആ പട്ടിയെ പേപ്പട്ടിയാക്കും. പിന്നെ അതിനെ തല്ലിക്കൊല്ലും. പിന്നെ ആ പട്ടി പോയ വഴിയൊക്കെ അന്വേഷിക്കും. ആ പട്ടി പോയ വഴി മറ്റേതെങ്കിലുമൊക്കെ പട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടികളെയൊക്കെ തല്ലിക്കൊല്ലും. അങ്ങനെ ലോകത്തെ മുഴുവൻ പട്ടികളെയും പൂട്ടിയിടുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യും. അതാണ് നിലവിലെ ഒരു സ്ഥിതി. എന്താ ഇപ്പൊ പട്ടികളുടെ കാര്യം പറയുന്നതെന്നല്ലേ? ചൈനയില് വൈറസ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കൊറോണയേക്കാൾ ഭീകരനായിട്ടുള്ള വൈറസ് കൊറോണ മടങ്ങി വന്നിരിക്കുന്നു. ചൈനയിലെ ജനങ്ങൾ മുഴുവൻ വഴിയിൽ മരണപ്പെട്ട് വീണുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ശ്മശാനങ്ങൾ നിറഞ്ഞു കവിയുന്നു. ആ, വിമാന സർവീസുകൾ മുടങ്ങുന്നു. മെട്രോ സർവീസുകൾ നിർത്തിവെക്കുന്നു. അങ്ങനെ ആകെ ജഗപുക. സത്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു ചുക്കുമില്ല. ചൈനക്കാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാ പിന്നെ ഇത് നടക്കുന്നേ? ഞാനൊന്നും പറഞ്ഞുതരാം. കൊറോണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കൊറോണ ഉണ്ടായത് 2019 അവസാനത്തോടെ റിപ്പോർട്ട് ചെയ്തു. 2020 കൊറോണ ഉണ്ടായത്. 2020-21 കാലഘട്ടങ്ങളിലാണ് നമ്മളിവിടെ നന്നായിട്ട് കൊറോണയെ കുറിച്ച് ബുദ്ധിമുട്ടിയത്. എന്നാൽ അതിന് കൃത്യം 15 വർഷം മുമ്പ് 2005 ടെക്ടോക്കില് നമ്മളെ ബിൽഗേറ്റ്സ് ഒരു സംസാരിച്ചായിരുന്നു. എന്താണെന്നറിയോ? 2020 ലോകം ഒരു വാക്സിൻ സെറ്റപ്പിലൂടെ കടന്നു പോകണം എന്ന്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. വാക്സിൻ കൊണ്ട് നമുക്ക് ജനന നിരക്കൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പുതിയ വാക്സിൻ കൊണ്ട് ഒരു കളി കളിച്ചാൽ, അതായത് പുതിയ വാക്സിനും ഹെൽത്ത് കെയറും ഒക്കെ കൊണ്ട് ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് ജോബ് എന്നാണ് പറഞ്ഞത്, ആംഗല പ്രയോഗം. അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോക ജനസംഖ്യ നല്ലൊരു രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് 2020 നമുക്ക് ഈ ലോകത്തെ ഒരു വാക്സിൻ സെറ്റപ്പിലൂടെ കടത്തിക്കൊണ്ടു പോകണം എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2019 അവസാനത്തോടുകൂടി ചൈനയിൽ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പിന്നെ അത് ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്നു. 2020 നമുക്കറിയാം, ഒരു വൈറൽ രോഗം ലോകം മുഴുവൻ വൈറൽ രോഗം പടർന്നു പിടിക്കുന്നു. ആ വൈറൽ രോഗത്തിൽ ചികിത്സിക്കാൻ പോയ സകല ആൾക്കാരും തുടക്കത്തിൽ മരിച്ചു വീഴുന്നു. സത്യമാണ്. അതായത് കൊറോണ ഇവിടെ വർഷങ്ങൾ നീണ്ടു നിന്നു. നമുക്ക് 1-2 മാസമല്ല നിലനിന്നത്. അതിൽ ആദ്യത്തെ 3-4 മാസങ്ങൾ വളരെ പ്രയാസകരമായ മാസമായിരുന്നു നമുക്ക്. കാരണം ഒരു കൊറോണ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ആളെ പിന്നെ ആ വീട്ടുകാർ മറന്നേക്കുക. കുറെ ഭീകരജീവികൾ വരും. ഭീകരജീവികൾ വന്ന് അതിനെ തൂക്കിയെടുത്ത് വണ്ടിയിലിടും. പിന്നെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു എന്ന് പിന്നെ അറിയില്ല. ആരെയും അടുപ്പിക്കുകയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുകയാണെന്ന് പറയുന്നു. കിഡ്നി എടുക്കുന്നുണ്ടോ, ലിവർ എടുക്കുന്നുണ്ടോ, ഒന്നും ഒരു പിടുത്തവും ഇല്ല. നേരെ കൊണ്ടുപോകുന്നു, ചികിത്സിക്കുന്നു എന്ന് പോലും അറിയില്ല. പിന്നെ അറിയും മരണപ്പെട്ടു എന്ന് പറയും. ശ്വാസം മുട്ടി മരണപ്പെട്ടു എന്ന് പറയും. ബോഡി കാണിക്കുമോ? ഇല്ല. കെട്ടിപ്പൊതിഞ്ഞ് ചാക്കൽ കെട്ടി സെറ്റാക്കി കൊണ്ടുവരും. JCBക്ക് മാന്തും. ആരെയും അടുപ്പിക്കില്ല, കുഴിച്ചിടും. ഇതായിരുന്നു കുറച്ച് അവസ്ഥ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആൾക്കാർ തിരിഞ്ഞു തുടങ്ങി. ഇത് പണിയാകും എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ജനങ്ങളെ അടുപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്കെല്ലാം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലായത്. മെഡിക്കൽ പരിശോധനകൾ, എങ്ങനെ മരുന്ന് പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. എമർജൻസി യൂസ് അപ്രൂവൽ കുറച്ച് മെഡിസിൻസ് കഴിച്ച ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു. എന്നിട്ട് ആ ശ്വാസം മുട്ടിനെ കൊറോണയാക്കി ചിത്രീകരിച്ചു. അതായത് കൊറോണ പിടിച്ചിട്ടുള്ളവരൊക്കെ ശ്വാസം മുട്ടി ആകെ ബുദ്ധിമുട്ടി. പിന്നെ ഓക്സിജൻ കിട്ടാതായി, ഓക്സിജൻ സിലിണ്ടർ ഇല്ല, പിന്നെ ആകെ പ്രശ്നം, വിറയൽ, ബഹളം, അതെല്ലാം. പക്ഷെ അതും ഒരു തട്ടിപ്പായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. കാരണം ഇത്തരത്തിൽ ജനങ്ങൾ മരിച്ചു വീണപ്പോ ആ എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു, നിരോധിച്ചു. ആ കാരണത്താൽ മരണസംഖ്യ നിന്നു. പിന്നെയും കൊറോണ നീണ്ടുപോയി. ആ കൊറോണ അങ്ങനെ നീണ്ടുപോയിട്ടും അതിനുശേഷം ഈ മെഡിസിൻ നിർത്തിയ ശേഷം ആരും തന്നെ ശ്വാസം മുട്ടി മരിച്ചില്ല. പക്ഷെ കൊറോണ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോ ഈ ലോക്ക്ഡൌണും കഴിഞ്ഞ് നടു തല്ലിപ്പൊളിക്കലും ഊര തല്ലിപ്പൊളിക്കലും ഒക്കെ തല തല്ലിപ്പൊളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും കൊറോണ നിലനിന്നു. പിന്നെ ഇറങ്ങി നടക്കാം. ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച മാത്രം കൊറോണ വൈറസ് പുറത്തിറങ്ങൂല. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും കൊറോണ വൈറസ് ഉള്ളത് കൊണ്ട് ജനം പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയാക്കി മാറ്റി. കുറെ കഴിഞ്ഞപ്പോ അതിനും കുഴപ്പമില്ല. എന്നാൽ അതിനു മുമ്പ് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കൊറോണ പുറത്തിറങ്ങാത്തത് കൊണ്ട് ആ സമയത്ത് പുറത്തിറങ്ങാമായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് പോകണമായിരുന്നു. അങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങൾ വെച്ചു. പക്ഷെ ഒരു ഗുണമുള്ളത്, ഈ കൊറോണ വൈറസ് പുറത്തിറങ്ങുന്ന സമയം നമ്മുടെ ആരോഗ്യ വകുപ്പിന് കൃത്യമായി വിവരം നൽകിയിരുന്നത് കൊണ്ട്
അത് അവരുടെ കൊറോണയുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ, അവരുടെ യൂണിയൻ നേതാവ് തന്നെ വിവരം അറിയിച്ചിട്ടുള്ളത് കൊണ്ട് അത് കൃത്യമായി ആ സമയം നമ്മളെ അറിയിക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി എന്നാണ്. അപ്പോൾ അത് അങ്ങനെ പോയി. ഏതായാലും കുറെ കൂടി കഴിഞ്ഞപ്പോ പിന്നെ കൊറോണ വൈറസ് ഒരു പ്രശ്നമല്ലാതായി. എല്ലാവരും കയ്യിൽ പണം തീർന്നു. ആരും തൊഴിലില്ലാതായി. അതുപോലെ സ്ഥാപനങ്ങൾ പൂട്ടി. വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അതങ്ങനെയായി. അതുപോലെ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ എന്നവർ അങ്ങനെ പോയി. അവരുടെ വീടും പറമ്പും ജപ്തിയായി. ഈ കൊറോണയിൽ മരണപ്പെടാതെ അല്ല കൊല്ലപ്പെടാതിരുന്നവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസ്ഥയിലെത്തിയപ്പോൾ സർക്കാരിന് മനസ്സിലായി ഇത് പണി പാളാണ് എന്ന്. അങ്ങനെ ലോക്ക്ഡൌണും എല്ലാ തേങ്ങാപ്പിണ്ണാക്കും ഒഴിവായി. അപ്പോഴും ഇവിടെ കൊറോണ ബാക്കിയായിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇതിനിടയിൽ വാക്സിൻ കൊടുക്കാൻ തുടങ്ങി. വാക്സിൻ കൊടുക്കാൻ നേരം ഞാനടക്കമുള്ള പലരും പറഞ്ഞു ഈ വാക്സിൻ എന്ന് പറഞ്ഞത് ശുദ്ധ തട്ടിപ്പാണ്. ഇത് ഒരുപാട് വർഷങ്ങൾ എടുത്ത് തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ വാക്സിൻ ഉണ്ടെങ്കിൽ തന്നെ 3 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വാക്സിനുകൾ തട്ടിപ്പ് വാക്സിനുകളാണ്. ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വിതരണമാണ് കൊറോണ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ മറ്റ് പല അജണ്ടകളുമുണ്ട്. ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സാമുവൽ ജോർജ് പറഞ്ഞു, ജേക്കബ് വടക്കഞ്ചേരി പറഞ്ഞു, അങ്ങനെ ഒട്ടനവധി പേർ പറഞ്ഞു. അവസാനം എന്തായി? ഇവിടെ വാക്സിൻ എല്ലാവർക്കും കൊടുത്തു. വാക്സിന്റെ ഫാക്ട് ഷീറ്റ് വായിക്കാൻ ആരെയും സമ്മതിച്ചില്ല. ആ ഫാക്ട് ഷീറ്റ് വായിച്ചിട്ട് ചോദിക്കുമ്പോൾ മറുപടി ബബ്ബബ്ബ ആയിരുന്നു. ആ വാക്സിൻ കൊടുക്കുന്ന ആരും തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതായത് വാക്സിൻ നിർബന്ധമാണ്. നിങ്ങൾ വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാനും അപ്പിയിടാനും നിങ്ങൾ അനുവദിക്കില്ല, നിങ്ങളെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷെ അതിന്റെ വാക്സിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കില്ല. എന്നാൽ ഈ വാക്സിന്റെ ഉത്തരവാദിത്വം വാക്സിൻ കൊടുക്കുന്നവർ ഏറ്റെടുക്കും. അതുമില്ല. അതായത് വാക്സിന്റെ നിർമ്മാതാക്കളോ വാക്സിൻ വിതരണം ചെയ്തവരോ അത് കൊടുത്തവരോ മറ്റുള്ളവർക്ക് കുത്തിവെച്ചവരോ ആയിട്ടുള്ള ആരും തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം അതിന്റെ ഫാക്ട് ഷീറ്റിൽ വളരെ വ്യക്തമായ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുത്തിവെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. അതിനുശേഷം ഇപ്പോ കൊറോണ വാക്സിൻ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള തളർന്നു വീഴുന്ന മരണങ്ങള്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങള്, അത് നമുക്കറിയാലോ. കുഴഞ്ഞു വീണ മരണങ്ങൾ അധികം കൂടി. ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല എന്ന് വരും. ഒരു ചുക്കും വരാനില്ല, പറയാനുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അങ്ങനെ ആ വാക്സിന്റെ ഇളക്കം തീർന്നു. ഇപ്പൊ വാക്സിൻ കൊടുത്തതിനിപ്പോ പ്രശ്നമായി. കുറെ ആൾക്കാർക്ക് അതിന്റെ പിന്നാലെ നടന്നു പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു ഇന്റർവ്യൂ കുറച്ചു മുമ്പ് ഞാൻ എടുത്തു വെച്ചതുണ്ട്. ഇതിനുശേഷം ഞാൻ ഇടുന്നുണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഏതായാലും ഇന്ന് ആ വാക്സിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ മെഡിക്കൽ വിഭാഗം അത് ഇവിടെ, അതായത് ഇവിടെ ഈ നമ്മുടെ ജീവിതത്തെ മുഴുവൻ താറുമാറാക്കിയ വിഭാഗം തന്നെ ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ സർക്കാർ ഒരു ബില്ലും പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അവര് മതി. ഇനി പനി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർ ഹോമിയോക്കാരും ആയുർവേദക്കാരും മറ്റുള്ളവരുമെല്ലാം ആ പനി ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വിട്ടാൽ മതി. നിങ്ങൾ ചികിത്സിക്കേണ്ട, അവർ ചികിത്സിച്ചാൽ മതി. ചുക്ക് കാപ്പി കഴിച്ചാൽ മാറുന്ന കഫം പോലും, ഒരു ചുമ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചുക്ക് കാപ്പി കൊടുക്കാൻ പാടില്ല. ചുക്ക് കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടണം, എന്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന നിലയിലെത്തി. ആ നിലയിലേക്ക് ഇവിടെ പോകുന്നു. ഈ സന്ദർഭത്തിലാണ് ചൈനയിലെ പുതിയ വൈറസ് ഉണ്ടായി വന്നതെന്ന് ചിന്തിച്ചാൽ മതി. ഈ സന്ദർഭത്തിൽ അതായത് ഓരോ തവണയും ചൈനയിലും ജപ്പാനിലും ജർമ്മനിയിലും എവിടെയെങ്കിലുമൊക്കെ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെടും. എന്നിട്ട് അതിന്റെ പിന്നാലെ കുറച്ച് വാക്സിൻ കച്ചവടം, പിന്നെ അതിന് പിന്നാലെ കുറെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റു ചില രോഗങ്ങളുടെ കച്ചവടം. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ മനുഷ്യന്റെ ശരീരം കൊണ്ട് ബിസിനസ് നടത്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്തിനാണ് ഈ അഭ്യസ്തവിദ്യരായ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വിവരവും ബോധവുമുള്ള ഈ മാധ്യമങ്ങൾ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ മരുന്ന് കച്ചവടത്തിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് അല്ല, നിർമ്മാതാക്കൾ, അവർ തന്നെ പടച്ചുവിടുന്ന ഈ സംഗതികൾ, ഇതൊക്കെ വെറുതെ വെള്ളം തൊടാതെ വിഴുങ്ങി ഇവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങളെ എന്താ പറയാ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? ചൈനക്കാരെ അറിഞ്ഞിട്ടില്ല ചൈനയിൽ വൈറസ് വന്നത്. ഇനി വൈറസ് വന്നാൽ തന്നെ ഇവർ കൊടുക്കുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ മരുന്നില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അലോപ്പതിയുടെ ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ഈ വൈറൽ രോഗങ്ങൾക്ക് മരുന്നുണ്ട് എന്നുള്ളത്? അപ്പോ എന്തായാലും അലോപ്പതിയിൽ മരുന്നില്ല. മരുന്നില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ അലോപ്പതി വ്യാപലാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്നാൽ മറ്റു വിഭാഗങ്ങളിൽ ഫലപ്രദമായ മരുന്നുണ്ട്. ഇവിടെ കൊറോണയ്ക്ക് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോമിയോക്കാരെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരുന്നു നമ്മുടെ സർക്കാർ. ഒരു ചങ്ങായി ഒരു കേസ് കൊടുത്തു, ഞാനിവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാനൊരു ഡോക്ടറാ, എനിക്ക് ചികിത്സിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചികിത്സിച്ചോളാൻ പറഞ്ഞു. ആരങ്ങോട്ട് ചികിത്സിക്കണ്ടെന്ന് പറഞ്ഞത്? സർക്കാർ പറഞ്ഞെങ്കിൽ നിയമവിരുദ്ധമാണ്. നിങ്ങളിവിടെ അംഗീകാരമുള്ള ഈ ഇന്ത്യയിലുള്ള ഒരു ഡോക്ടറാണ്, ഒരു മെഡിക്കൽ വിഭാഗത്തിന്റെ ഡോക്ടറാണ്, നിങ്ങൾ ചികിത്സിക്കാൻ പറഞ്ഞു. അതോടുകൂടി സർക്കാർ ഉടുത്തേർ തൂറിയ ഒരു അവസ്ഥയായി. അതിനുശേഷം എന്താ ചെയ്തത്? ഹോമിയോക്കാർക്കും ചികിത്സിക്കാം എന്നാക്കി.
അപ്പൊ ഇവിടെ സത്യത്തിൽ ഒരു മെഡിസിൻ തട്ടിപ്പ്, അതായത് നമ്മളെ എല്ലാവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് രോഗമാണ്, വലിയ രോഗമാണെന്ന് ഭീതി സൃഷ്ടിച്ചുകൊണ്ട് വാക്സിനും മരുന്നുകളും എല്ലാം വാങ്ങിക്കൊണ്ട് ഇവിടെ ഒരു കൊലയാളി, എന്താ പറയാ, ഒരു സമാന്തര രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട്, ഏത് മെഡിക്കൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ആസൂത്രിത ശ്രമമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്, അല്ല വേറൊന്നുമില്ല. അത് ലോകം മുഴുവനായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും അതിന് ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. ഇവിടെ IMA എന്ന് പറഞ്ഞ ഒരു ഗുണ്ടാ സംഘമുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നാണ് പേര്. ഈ നമ്മുടെ സർക്കാർ അടക്കം കരുതി വെച്ചേക്കുന്നത് അവരാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് നിയന്ത്രിക്കുന്നതെന്നാണ്. സത്യത്തിൽ CITU പോലെ അല്ലെങ്കിൽ INTUC പോലെ ഒരു തൊഴിലാളി സംഘടന മാത്രമാണ്. അവർ പറയുന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡോക്ടറെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഈ ഗുല സിന്ദാബാദ് വിളിക്കേണ്ട ഒരു സംഘടന, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ആ ഒരു സംഘടനയുടെ ഒരു അടിമയായി നമ്മുടെ ആരോഗ്യ വകുപ്പ് പോലും മാറിപ്പോണത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ മെഡിക്കൽ ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്നറിയാം, ഇവിടെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ ആരും എടുക്കണില്ല. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞ് ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ രോഗത്തെക്കുറിച്ച്, ക്യാൻസർ, കൊളസ്ട്രോൾ, ഷുഗർ, പിന്നെ അൾസർ, പൾസർ എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ പറഞ്ഞു തരും. അത് പറയാനാണോ നമ്മൾ വിളിക്കുന്നത്? രോഗമില്ലാതെ, അതായത് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത്? അത് പഠിപ്പിക്കുന്നവരെ ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ രോഗങ്ങൾ വേണം, രോഗത്തെക്കുറിച്ചുള്ള പേടി വേണം, എന്നാലേ ഇവിടെ കച്ചവടം നടക്കുള്ളൂ, വാക്സിൻ കച്ചവടം നടക്കുള്ളൂ, അങ്ങനെ കോടികൾ മറിയുള്ളൂ, ഇവിടെയുള്ള ജനങ്ങൾ ചത്തൊടുങ്ങുള്ളൂ. എങ്ങനെ ചത്തൊടുങ്ങിയാലും അതിനെ പ്രതിഷേധിക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്ത മെഡിക്കൽ ബില്ലുകളും പാസ്സാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരും ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് വരും, പിടിച്ചകത്തിടും, ജാമ്യമൊന്നും കിട്ടൂല. ഏത് അണ്ടനും അടകൂടനും വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നിയമം പാസ്സാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനെതിരെ പ്രതികരിച്ചതിനാണ് ഇവിടെ നമ്മളൊരു ഗവർണറെ ചീത്ത വിളിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ചൈനയിലുള്ളവർ ഇത്തരത്തിൽ ഒരു വൈറസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അത്തരം ഒരു വൈറസ് അവിടെ എത്തുമ്പോൾ അവരറിയിക്കാമെന്ന് അവിടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഫോട്ടോയും എടുത്ത് ആ വൈറസിന്റെ ഒരു ഇന്റർവ്യൂവും എടുത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു പാട്ടും കൂടെ പാടി ഈ ചാനലിൽ തന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യാം. Different angles. Don't forget to subscribe and support this channel.